അപ്പൊ ഇനി ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ ബില്ല് നീ പേ ചെയ്യുന്നോ അതോ ഞങ്ങൾ പേ ചെയ്യണം? ഞാൻ കൊടുത്തോളാം. ബാലേന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് ഇടണം. അക്കൗണ്ട് നമ്പറും ബാങ്കിന്റെ പേരും എല്ലാം പുറകെ എഴുതിയിട്ടുണ്ട്. അയാൾ ഞങ്ങളോട് ചോദിക്കാൻ എടുത്തത്. ഇല്ല, വൈജയന്തി വാക്ക് പറഞ്ഞ വാക്കാ. അപ്പൊ നിനക്ക് അയാളുമായി ഒത്തുപോകാൻ യാതൊരുവിധ പ്ലാനും ഇല്ലല്ലേ? അത് ഞാൻ മാത്രം വിചാരിച്ച പോരെ ശിവേട്ടാ. കണ്ട പെണ്ണുങ്ങളുടെ കൂടെ മതിച്ച് കൂത്താടി നടന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണിനെയും പൊക്കി പിടിച്ചോണ്ട് വന്നേക്ക. അവളാണത്രേ. വൈജയ്, നീ അത്ര നല്ലവളൊന്നുമല്ല. അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യം നീ പലപ്പോഴും മറക്കുന്നു. ഇനി അങ്ങനെ തന്നെയാണെന്ന് വെച്ചോ. ഞങ്ങൾ രണ്ടുപേർക്കും ഓരോ തെറ്റ് പറ്റി. അത് അവിടെ കൊണ്ട് തീരണം. എന്റെ മകളാണെന്നോ മകനാണെന്നോ പറഞ്ഞ് ഞാൻ ഒരുത്തിയോ ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ടില്ല. ബാലേന്ദ്രൻ അത് ചെയ്തത്. ബാലേന്ദ്രൻ അവളെ പറഞ്ഞയക്കണം. എല്ലാ പ്രശ്നവും അതോടെ തീരും. അയാൾ പറഞ്ഞയച്ചോളും. പക്ഷെ കുറച്ച് സമയം എടുക്കും. കല്യാണം കഴിപ്പിച്ചു വിടാനായിരിക്കും അയാൾ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഒരുതരം പിടിവാശിയ രാജുവേട്ടാ. ബാലേന്ദ്രൻ എന്നേക്കാളും വലുത് അവളാ. അതിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. ഭാര്യ പിണങ്ങി പോന്നെങ്കിൽ പോയിക്കോട്ടെ, അവളെ മതിയെന്ന്. ഞാനെന്താ അയാളുടെ വീട്ടിലെ എച്ചില് നിൽക്കുന്ന പട്ടിയാണോ? ആ അപമാനം എല്ലാം സഹിച്ചോണ്ട് അയാളുടെ കാൽച്ചുവട്ടി ചുരുണ്ട് കിടക്കാൻ ഞാൻ അയാളുടെ അടിമയോ അല്ല. എനിക്ക് ജോലിയുണ്ട്, എന്റേതായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, സ്വന്തമായിട്ടൊരു വ്യക്തിത്വമുണ്ട്. അതിൽ കൈകെടുത്താൻ ആരെയും ഞാൻ അനുവദിക്കത്തില്ല. അമ്മയായാലും ശരി, ആളായാലും ശരി, ഭർത്താവായാലും ശരി, സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. വെരി ഗുഡ്. നീ എന്തിനും പോന്നവളാ, മനസ്സിലായി. നിന്നെ നോക്കാനേ ഇനി നീ മാത്രം മതി. നാളെ മുതല് നിന്റെ കാര്യം അന്വേഷിക്കാൻ ഞങ്ങളാരും വരും. പിന്നെ നിന്റെ മക്കളെ രണ്ടുപേരെയും കടപ്പാട്ടൂർ കൊണ്ടുപോയി വിട്ടിട്ട്. ആരും ഉണ്ടോ വിട്ടു? ഞാനാണല്ലോ വിളിച്ചോണ്ട് പോയത്. ഞങ്ങൾ നാളെ മറ്റന്നാളെ സ്ഥലം വിടും. പിന്നെ നിന്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഞങ്ങളെ വിളിച്ചേക്കരുത്. നന്നായി ശിവേട്ടാ, എല്ലാം നന്നായി. ഇങ്ങനെ തന്നെ വേണം. കൈയും കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റൽ ബെഡിൽ അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന കൂടപ്പറപ്പിനോട് നിനക്ക് എന്തിനാ കൈയും കാലും വഹിച്ച്? വായ കിടക്കുന്ന നാക്ക് മാത്രം മതിയല്ലോ. നിന്റെ മുമ്പിലെ ഞാനും ശിവേട്ടനും ഒന്നും അല്ലെന്നേ. നിന്നെ കൊണ്ട് പറ്റും വഹിച്ച് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. നിന്റെ വിളിയും പരാതിയും കേട്ട് കിട്ടിയ വിമാനവും പിടിച്ചു വന്ന ഞങ്ങൾ വെറും വിട്ടികള്. ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ക്യാഷ് റീഫണ്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. വാ. അച്ഛാ, താങ്ക് യു മോളെ. വെൽക്കം. അച്ഛാ, ആ രേവതി കുട്ടിയുടെ അടുത്ത് പോയിക്കോട്ടെ ഞാൻ. ഇപ്പോഴോ? ഇപ്പോഴല്ലെന്നേ, പിന്നെ എപ്പോഴാന്നേ? ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം. എന്താ അത്യാവശ്യം? അവളെ കണ്ടിട്ട് കുറെ നാളായില്ലേ. പിന്നെ ചിന്നമോളുടെ അടുത്തും പോണം. നീ പോയ പിന്നെ ഇവിടെ ആരുണ്ട്? കൃഷ്ണമോളില്ലേ, ബബിത ഉണ്ടല്ലോ, രോഹിത്തും ഉണ്ട്. എന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡർ ആയിട്ട് നിർത്തില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നിക്കണോന്ന് പറഞ്ഞ് പോവാതിരിക്കായിരുന്നു. പോകാതിരിക്കണ്ട, പൊയ്ക്കോ. എന്നാണ് പോകുന്നതെന്ന് തലേദിവസം ഒന്ന് പറഞ്ഞേക്കണം. താങ്ക് യു അച്ഛാ. നീ ചായ കുടിച്ചോ? ഇല്ല, ഇനി കുടിച്ചോളാം. ഓ. ഹലോ, അലീന, എന്തോ? അവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഫോൺ ചെയ്യുന്നു. ഓ, പൊടി. അതിന് മുമ്പ് എന്ത് ചെയ്യായിരുന്നു? എന്റെ പതിവ് ജോലി, അടുക്കള ജോലി. ഓ, അതിന് ഇതുവരെ മോചനം കിട്ടിയില്ല അല്ലെ? ഇത്രയും സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായിട്ടും. ഇടയ്ക്കിടയ്ക്ക് മോചനം കിട്ടുന്നുണ്ട്. അങ്ങനെ മോചനം കിട്ടുമ്പോ ഓടിപ്പോയി കുളിക്കും. ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് ഫുഡ് കഴിക്കും. അച്ഛന്റെ അടുത്തും കൃഷ്ണമോളുടെ അടുത്തും കുറച്ചു നേരം വർത്താനം പറയും. പിന്നെ രാത്രി ഒരു 11 മണി മുതൽ വെളുപ്പിനെ 5 മണി വരെ മോചനം കിട്ടും. ഇപ്പൊ നീ എന്റെ അടുത്ത് ഉണ്ടായിരുന്നുണ്ടല്ലോ, രണ്ട് ചെവിയും പിടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും കറക്കിയാനെ. മനുവേട്ടിപ്പോ എവിടെയാ? ഞാൻ ഇതൊക്കെ മാളിക വീട്ടില്, എന്റെ സ്വന്തം ബെഡ്റൂമിൽ. ജോലിക്കൊന്നും പോകുന്നില്ലേ? ഒക്കെ നിർത്തിയോ? ഓ, എന്നാ പറയാനാ, ഞാൻ ബാംഗ്ലൂരിലെ മാനമര്യാദയ്ക്ക് ജോലി ചെയ്തോണ്ടിരുന്നവനാ. 2 മാസം കൂടുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? ഓ, ഇനി എന്നാ പറ്റാനാ. മുത്തശ്ശന്റെ കൂടെ കഴക്കൂട്ടത്ത് പോയ ഒരു പെങ്കൊച്ചിനെ കണ്ട ശേഷം എന്റെ ജീവിതം തന്നെ മാറി. ബാംഗ്ലൂരിലെ ജോലി ഉപേക്ഷിച്ച് ഇൻഫോ പാർക്കിലോട്ട് വന്നു. ആഴ്ചയിൽ ഒരു തവണയിലും വീട്ടിൽ വന്നില്ലെങ്കിലേ ഭയങ്കര ഹോം സിക്നസ്. ഏത് വീട്ടിലാ? കടപ്പാട്ടൂര് വീട്ടിൽ. കടപ്പാട്ടൊരു വീടുമായിട്ടാണോ കൂടുതൽ അടുപ്പം? അല്ല, അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ആയിപ്പോയി. വടക്ക് നോക്കി യന്ത്രത്തിന് നേരില് പോലെയാ ഈ കണ്ണും മനസ്സും. എവിടെ കൊണ്ട് വച്ചാലും അത് കടപ്പാട്ടൂര് വീടിന്റെ നേർക്കാണ് ചൂണ്ടുന്നത്. എന്താ കാര്യം? എന്താ കാര്യം? ഈ ഭൂമിയുടെ അച്ഛതന്റെ അവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ ചുറ്റിയാണ് ഭൂമി കറങ്ങുന്നത്. പിന്നെ രോഹിം ബബിതൊക്കെ നിന്റെ അടുത്ത് എങ്ങനെയാ? ദേഷ്യാണ്. മാറുമായിരിക്കും. ഞാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ, കുറച്ചുകൂടെ നോക്കല്ലേ? പിന്നെ മനുവേട്ടാ, ഞാൻ നാളെ കഴിഞ്ഞ് രേവതിക്കുട്ടിയെ കാണാൻ പോകുന്നുണ്ട്. നാളെ കഴിഞ്ഞ് മറ്റന്നാ? അതെ. ആ, ഞാനും പോകണ്ട എറണാകുളത്തിന്. എനിക്ക് ഓഫീസിൽ പോണം. മനുവേട്ടൻ ഇൻഫോ പാർക്കിലേക്കല്ലേ? ഞാൻ പാലാരിവട്ടത്തോട്ടാ. നിന്നെ രേവതിക്കുട്ടിയുടെ അടുത്ത് കൊണ്ട് വിട്ടിട്ട് പോവാം. അത് ശരിയാവും മനുവേട്ടാ. അലീന, നിനക്ക് ഇച്ചിരി കോംപ്ലക്സ് ഉണ്ട്. അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. നീ ബാലന്റെ വീട്ടിലെ അടുക്കളകാരിയല്ല, എന്റെ അച്ഛന്റെ പെങ്ങളുടെ മോള. നമ്മളൊരൊറ്റ ഫാമിലിയാണ്. എന്നാലും ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുക്കുമ്പോ എല്ലാരും വിചാരിക്കില്ലേ ഞാൻ അഹങ്കാരം കാണിച്ചു തുടങ്ങിയെന്ന്? ആര് വിചാരിക്കാനാ? കൃഷ്ണമോള് സന്തോഷത്തോടെ നോക്കി നിൽക്കും. ബാലേന്ദ്രൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുള്ളൂ. ബാക്കിയുള്ളെല്ലാം ശത്രുക്കളല്ലേ? അവരെ എന്ത് വിചാരിച്ച നമുക്കെ? ഞാനേ അച്ഛനോടും കൂടി ഒന്ന് ചോദിക്കട്ടെ? കൊള്ളാം. അങ്കിൾ പോയോ ആ മക്കളെ ഒന്ന് അനുഗ്രഹിച്ചായി. ഒഴിവഴി ഒന്നും ആലോചിക്കണ്ട. പ്രോഗ്രാം ഫിക്സ്ഡ്. ഓക്കെ, ബൈ. അരി 50 കിലോ, ആട്ട 30 കിലോ, പഞ്ചസാര 10 കിലോ, അരിപ്പൊടി 10 കിലോ. ലിസ്റ്റ് മുഴുവൻ വായിക്കണം. വേണ്ട, എല്ലാം എടുത്തിട്ടുണ്ട്. ടിക്കറ്റിനാണല്ലേ? എന്നാ ബില്ല് തന്നേക്ക്. അതെ, ആ ബില്ലിങ് എടുത്തേ. എനിക്കൊരു ഓട്ടോ വിളിച്ചു തരാവോ? തരാലോ. ഹലോ, എടാ ഒന്ന് ഓട്ടം വരണേ. ആ ശരി, വരിക കേട്ടോ. ആ, ഉടനെ വരാം. ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് തരണേ. ഇതൊരു അനാഥാലയത്തിലേക്കുള്ള സംഭാവനയാ. ഏത് അനാഥാലയം? സ്നേഹ കൂടാരം, വൃദ്ധസദനം. ഓ, അവിടത്തേക്കാണോ? ഇത് ഡിസ്കൗണ്ട്.
താങ്ക് യു ചേട്ടാ. ചേട്ടാ എവിടേക്കാ ഓട്ടം? ഈ ഇരിക്കുന്ന സാധനങ്ങളും കയറ്റി കൂടാരം വരെ പോകണം. വൃത്തസാധനം നമ്മളെ വേണ്ടി ചരക്ക് കയറ്റാനുള്ളതല്ല, ആളെ കയറ്റാനുള്ളതാ. എന്റെ ഷാജി, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, നീ ഒന്ന് കൊണ്ടുവിട്. അല്ല ആരുടെയാ? നിന്റെ സൈഡിൽ നിൽക്കുന്ന പെങ്കോച്ചിന്. ഷാജി ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? നിങ്ങൾ കൂടാരത്തിലെ ആളാണോ? അല്ല, ഈ സാധനങ്ങൾ അവിടെ എത്തിക്കാൻ വേണ്ടിയാ. ശരി, എല്ലാം കയറ്റി വെക്ക്. എടാ ഷാജി, ഒന്ന് സഹായിക്കടാ. ആ പെങ്കൊച്ച് തനിയെ എത്ര നേരം കൊണ്ടാ പറയണ്ടേ? എത്ര രൂപയാണ് ഷാജി ചേട്ടാ സ്നേഹ കൂടാരം വരെയുള്ള ചാർജ്? ഇത് നല്ല ലോഡുണ്ട്. പിന്നെ ഇത് ഇറക്കാനും ഞാൻ തന്നെ വേണ്ടേ? ഹെൽപ്പ് ചെയ്യണം, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒരു 250 രൂപയാവും. അയ്യോ, പെട്രോളിന്റെ വില വെക്കുമ്പോഴേ ഞങ്ങൾ അയ്യോന്ന് വിളിക്കാറുണ്ട്. എന്നാലും 250 രൂപ ഇത് ഫുൾ ലോഡാ. പിന്നെ ലോഡിംഗ് ആണ്, അൺലോഡിംഗ് കൂലി വേറെ. കുറയ്ക്കത്തില്ലേ? 250 ഒരു 10 രൂപ കുറയ്ക്കത്തില്ല. വേണ്ടെങ്കിൽ ഇറക്കി വെച്ചോ. കേട്ടി പോയില്ലേ, പോയേക്കാം. ആ. ചേട്ടാ താങ്ക്സ്. ശരി മോളെ. റോഡ് തീരെ മോശം അങ്ങോട്ട്. പൈസ തരാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? അല്ല, ഞാൻ കൂലി കൂടുതലൊന്നും ചോദിച്ചില്ല. തരാന്നേ. മോളിന്ന് സ്കൂളിൽ പോയില്ലേ? പോയിട്ട് വന്നതാ. നിനക്കിന്ന് ട്യൂഷൻ ഇല്ലായിരുന്നോ? ഇന്ന് ഞാൻ പോയില്ല. അച്ഛൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനല്ല, അമ്മയെ കാണാൻ വന്നോ. വേറൊരു കൊച്ചമ്മ ഉണ്ടല്ലോ അവിടെ കാണാൻ. അതിനെ കണ്ടുകൊണ്ട് പഠിത്തു. ഇപ്പൊ ഇതാ കാണാൻ പോന്നു. കണ്ട് രസിക്ക്. എന്നെ ഈ കോലത്തിലാക്കിയവരും അതിന് കൂട്ടു നിന്നവരും എല്ലാരും ആഘോഷിക്കും. ഈ അമ്മയ്ക്ക് എത്ര കിട്ടിയാലും അമ്മ പഠിക്കത്തില്ലല്ലോ. അമ്മ എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി പഠിപ്പിക്കാനാ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ 2-4 ദിവസം കഴിയുമ്പോ വീട്ടിലേക്ക് പോകാന്ന ഡോക്ടർ പറഞ്ഞു. വീട്ടിലൊരു ഹോം നഴ്സ് ഉണ്ടെങ്കിൽ അത് മതിയാവുമെന്നും സൂചിപ്പിച്ചു. ഏത് ഹോം നേഴ്സ്? തൽക്കാലം അലീനെ കൊണ്ട് അവളിപ്പം ഹോം നേഴ്സ് അല്ലല്ലോ, കൊച്ചമ്മയല്ലേ. വേറെ ഹോം നഴ്സിനെ വെക്കാം. ഏത് വീട്? എന്റെ വീടിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കിനി നെടുമ്പുറയ്ക്കൽ ബാലേന്ദ്രന്റെ ചെലവിൽ കഴിയാൻ ആഗ്രഹമില്ല. ആ വീട് എന്റെ വീടുമല്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓ ഓക്കെ, അതെല്ലാം നിന്റെ ഇഷ്ടം. അപ്പൊ ശരി മോളെ, നമുക്ക് പോവാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബൈസ്റ്റാൻഡർമാരായിട്ട് ഇങ്ങോട്ട് ആരും വരണ്ട. ആണ് ഞാനൊരു ഹോം നഴ്സിന് ശമ്പളം കൊടുത്ത് നിർത്തുന്നുണ്ട്. ഓ വളരെ സന്തോഷം. ഒരു മിനിറ്റ് നിൽക്കണം മിസ്റ്റർ ബാലചന്ദ്രൻ. ഇതും കൂടി കൊണ്ടുപോയോ. എന്താ ഇത്, ലെറ്റർ ബോംബോ? എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചെലവാക്കിയ പൈസയുടെ ബില്ല് എന്റെ ആങ്ങളമാരെ ഏൽപ്പിച്ചിരുന്നല്ലോ. അതിലുണ്ടായിരുന്ന തുക എത്രയാണോ അതിനുള്ള ചെക്കാ ഇത്. ഓ അത് ശരി. പക്ഷെ നീ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി എന്റെ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ മാത്രം ഇത് തന്നാ മതി. ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ടല്ല, ഫാമിലി കോർട്ടിലോട്ടാ വരുന്നത്. ആ വെരി ഗുഡ്. നന്നായിട്ട് ആലോചിച്ചിട്ടാണോ? ആലോചിക്കാനൊന്നുമില്ല. വൈജയന്തിക്ക് അവിടെ അഭിമാനത്തെക്കാൾ വലുതല്ല ഒന്നും. ഇതിന്റെ പേര് അഭിമാനമൊന്നല്ല, അഹങ്കാരം. നീ ജനിച്ച് അന്ന് നിന്റെ തലയ്ക്കകത്ത് ജനിച്ചതാ ആ ഭീകരജീവി. നിന്റെ മരണം വരെ അത് കൂടെ ഉണ്ടാവും. വെള്ളിയിലെ മുഴുവൻ തുകയുണ്ട്. ഇത് പോരല്ലോ വൈജയ്. ഇവിടെ നിനക്ക് ബൈസ്റ്റാൻഡർമാരായിട്ട് നിന്ന് സുനന്ദയ്ക്കും സുലോചനയ്ക്കും 25,000 വെച്ച് കൊടുത്തേക്കും. ഗോവർദ്ധനും കൊടുത്തേക്കും 25,000. അയാൾ ഇതിനുവേണ്ടി കുറെ ഓടിയതില്ല. ഞാൻ കൊടുത്തോളാം, എല്ലാ കണക്കും തീർത്തോളാം. നീ എന്നോട് കണക്ക് തീർക്കാൻ നീ ഒരു 6 ജന്മം കൂടെ ജനിക്കണം വൈജയ്. ഇത് പാസ്സാവൂല്ലോ അല്ലേ? കൊടുത്തു നോക്ക്, അപ്പൊ അറിയാം. താങ്ക്സ്. ഇപ്പൊ രണ്ടുപേരും കണ്ട ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ ഉണ്ട്. ഇങ്ങനെ പിശുക്കല്ലേ വെച്ചേ? നിങ്ങൾ വലിയ കോടീശ്വരന്മാരല്ലേ? ഞാൻ ആ വീട്ടുജോലിക്ക് വന്നവളാ. എനിക്ക് ശമ്പളം കിട്ടുമ്പോ ഞാൻ ഇതുപോലെ ഓരോ അനാഥാലയങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കും. മാർക്കറ്റിൽ നിന്ന് ഇതുപോലെ ഓട്ടം പോകാനുണ്ടെങ്കിലേ എന്റെ വണ്ടി മാത്രമേ വിളിക്കാവൂ.